നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ലോക്സഭയിലെ സ്പീക്കർക്കും അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർക്കും രാജ്യസഭയിലെ ചെയർപേഴ്സണും കൃത്യമായി നിർദ്ദേശങ്ങളുമായി പ്രതിപക്ഷം വരികയാണ്. പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയിലും രാജ്യസഭയിലുമായി ഇന്ത്യൻ പാർലമെൻറ്റിൽ നടക്കുന്ന അട്ടിമറി നീക്കങ്ങളെക്കുറിച്ച് ശക്തമായ വിമുഖത അവർ കാണിക്കുകയാണ്. ആഴ്ചയ്ക്ക് അടിയന്തര പ്രമേയം അതല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല. എന്നാൽ NDAയിൽ ഒരു ഭൂകമ്പം ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതകൾക്കും തിരികൊളുത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. അതായത് NDAയിലെ സഖ്യകക്ഷികൾ എപ്പോൾ വേണമെങ്കിലും കൂറുമാറാവുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ വഴുതി മാറുകയാണ്. ചില നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, ഉപതെരഞ്ഞെടുപ്പുകൾ അതിന് ശക്തമായ സൂചന നൽകുന്ന കാര്യം തന്നെയാണ്. NDAയുടെ സഖ്യകക്ഷിയായിട്ടുള്ള TDP തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം. TDP BJPയെ സഹകരിപ്പിച്ച് സംസ്ഥാന മന്ത്രിസഭയിൽ, ആന്ധ്രയിലെ മന്ത്രിസഭയിൽ ഉൾക്കൊള്ളിച്ചത് BJPയുടെ മേന്മ കൊണ്ടല്ല എന്ന് നായിഡു പറഞ്ഞത് അത് കൃത്യമായും BJPക്ക് കൊണ്ടിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ NDAയിൽ BJPയുടെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ചില സഖ്യകക്ഷികളുണ്ട്. BJPക്ക് പകരം ഓൾട്ടർനേറ്റീവ് ഉണ്ടാക്കാൻ കഴിയുന്ന മറ്റ് രീതികളിലൂടെ ഭരണവും അതുപോലെ തന്നെ അധികാരത്തിൻ്റെ എല്ലാ സാധ്യതകളും നിലനിർത്താൻ കഴിയുന്ന കക്ഷികളുമുണ്ട്. അതിൽ എടുത്തു പറയുന്നത് കൃത്യമായി ഷിൻഡെ വിഭാഗവും അതുപോലെ തന്നെ TDPയും തന്നെയാണ്. TDPയും ഷിൻഡെ വിഭാഗവും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് ഇപ്പോൾ ലോക്സഭാ സ്പീക്കർക്കെതിരെയും രാജ്യസഭയിലെ ചെയർപേഴ്സണെതിരെയും തിരിയുന്നത്. ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നും ജഗദീപ് ധൻഖറെ മാറ്റിയതുൾപ്പെടെയുള്ള നടപടി എന്തിൻ്റെ പേരിലാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ NDAയിലെ സഖ്യകക്ഷികൾക്കറിയാം. CP രാധാകൃഷ്ണൻ എന്ന സംഘപരിവാർകാരനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഇരുത്തിയതിൻ്റെ പിന്നിലെ ചേതോവികാരവും വളരെ വ്യക്തമായി ഒരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാതെ വിവരിക്കാൻ NDAയിലെ മറ്റ് ഘടകകക്ഷി നേതാക്കൾക്ക് കൃത്യമായി കഴിയും. അവർ സ്വയം പല്ലിക്കുത്തി നാറ്റിക്കാതിരിക്കുന്നത് BJPയുടെ മേന്മ കൊണ്ടല്ല, ഒരു മുന്നണി സംവിധാനത്തിൻ്റെ മര്യാദ, സാമാന്യ മര്യാദ പാലിക്കുന്നതിൻ്റെ പേരിലാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJPക്ക് ഏറ്റ ഒരു അടി തന്നെയായിരുന്നു. അധികാരം പിടിച്ചിട്ടും BJPക്ക് തൃപ്തിയില്ലാതെ പോയതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ജനങ്ങൾക്കറിയാം. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഈ കൂട്ടുകച്ചവടം അവസാനിപ്പിക്കാൻ ലോക്സഭയിലും രാജ്യസഭയിലും കൃത്യമായി ഓർഡിനൻസ് വഴി കള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള കാര്യങ്ങളെ വെട്ടിമുറിക്കാനും അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ തകർക്കാനും ശ്രമിക്കുന്നവർക്ക് പണി കൊടുക്കാൻ ഞങ്ങൾ സഖ്യകക്ഷികളെ വിശ്വാസത്തിലെടുക്കുമെന്നൊരു താക്കീത് സ്വരം ഇപ്പോൾ പ്രതിപക്ഷം കൃത്യമായി ലോക്സഭാ സ്പീക്കർക്കും രാജ്യസഭയിലെ ചെയർപേഴ്സണും മറുപടി എന്ന രീതിയിൽ കൊടുത്തിരിക്കുകയാണ്.